ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ലോകം മുഴുവനും വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ഇൻ്റർസെക്ഷൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്റേഴ്സ് പ്രാർത്ഥനയുടെ ശക്തിയും തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, അങ്ങ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ലാഭേച്ഛയില്ലാതെ നിരന്തരം പ്രാർത്ഥിച്ച ഒരുപാട് അഭിഷിക്തരെയും ദൈവദാസരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എസെക്കിയേൽ പ്രവാചകൻ, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ച മോശയും ദാവീദും മറ്റനേകം പ്രവാചകന്മാരും, സ്വന്തം ദാസർക്കായി പ്രാർത്ഥിച്ച ജോബ്, ഒടുവിൽ തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വന്തം ശത്രുക്കൾക്ക് വേണ്ടി പോലും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ മാർഗം പിന്തുടർന്ന സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പത്രോസും പൗലോസും മറ്റനേകം സ്ലീഹന്മാരും, അങ്ങനെ എത്രയോ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പുണ്യപാവനമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സഭയിലെ ദുബായിലെ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ഒരു ഭാഗമായ ഇൻ്റർസെക്ഷൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്റേഴ്സാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ. സ്വാഗതം ചേച്ചി. നിങ്ങളുടെ ആത്മീയ ജീവിത മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നമ്മുടെ ശാലോം ടി വിയുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബിജുമോൻ വർക്കി, ഡോക്ടറാണ് പറഞ്ഞതുപോലെ. ഞാൻ കോഴിക്കോട് താമരശ്ശേരി രൂപതയിൽ മരുതോങ്കര ഇടഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നു. ഭാര്യ ഡോക്ടർ ലിറ്റി, 2 മക്കളുണ്ട്, ജോയൽ, ക്രിസ്റ്റി. പിന്നെ ഞാനിവിടെ ആസ്റ്റർ ക്ലിനിക്കിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. കൂടാതെ ദൈവത്തിൻ്റെ കൃപയാൽ ഇതുപോലെ ദുബായ് പള്ളിയുമായും സെൻറ്റ് മേരീസ് ദേവാലയവുമായും മലയാളി സമൂഹത്തിൽ കരിസ്മാറ്റിക് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എളിയ ചില ശുശ്രൂഷകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നു. അപ്പം അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ചേച്ചി. എൻ്റെ പേര് ബിനി തോമസ്. ഞാൻ ദുബായിൽ 21 വർഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇവിടെ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ കോട്ടയം മള്ളൂശ്ശേരിയിലാണ് വീട്. അതുപോലെ എനിക്ക് 2 മക്കളുണ്ട്. പേര് മോബിൻ, ഏഞ്ചൽ. ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയോട് ചേർന്ന് കൊച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഓക്കെ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വിശുദ്ധർക്കും വേണ്ടി എല്ലാ സമയവും ഉണർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്കറിയാം എന്താണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്ന്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയത്തുണ്ടാവില്ല എന്താണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്നും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്നും. ഡോക്ടർ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ആമുഖത്തിൽ തന്നെ പല സന്ദർഭങ്ങൾ പറഞ്ഞ സഭയിൽ നമ്മൾ കാണുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയിലാണ് ശരിക്കും നമ്മുടെ വിശ്വാസവും സഭയും തന്നെ നിലനിൽക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ നോക്കിയാലും ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ ഒരു വളരെയധികം കാലം ഈശോ നമുക്കറിയപ്പെടാത്തൊരു ജീവിത കാലഘട്ടമുണ്ട്. അപ്പോഴും ദൈവപുത്രനാണ്. അപ്പം എങ്ങനെ അത് കഴിച്ചുകൂട്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിനകത്തൊരു നല്ല സിംഹഭാഗവും പ്രാർത്ഥനയിലായിരിക്കണം ഈശോ മാതാവിനോടൊപ്പം ഉണ്ടായിരുന്നിരിക്കുക. അതിനുശേഷവും
തൻ്റെ പരസ്യ ജീവിതത്തിൽ പോലും ഓരോ ദിവസവും പരസ്യ ശുശ്രൂഷകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു വിജനപ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഒരു മലമുകളിലേക്കോ പിൻവാങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അവസാന ഭാഗത്തോടു കൂടി തൻ്റെ കുരിശുമരണത്തിനോടൊക്കെ അടുക്കുമ്പോൾ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി പത്രോസിന് വേണ്ടി പ്രത്യേകിച്ചും നിങ്ങൾ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളൊരു വചനം നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം തുടക്കത്തിൽ തന്നെ അവർ തങ്ങളുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നടത്താനായിട്ട് അവിടുത്തെ പരിശുദ്ധ കരങ്ങൾ നീട്ടണമേ എന്ന് പറഞ്ഞ് സമൂഹം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ കാണുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ പത്രോസ്ലീഹ ബന്ധനസ്ഥനായപ്പോൾ സഭ ഒന്നിച്ച് പത്രോസ്ലീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അത്ഭുതകരമായിട്ട് അങ്ങനെ പത്രോസ്ലീഹ ആ കാരാഗൃഹത്തിൽ നിന്ന് മോചിതനാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കാണുന്നത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ പ്രവൃത്തികളും പുറമേ കാണുന്ന സഭയുടെ ആ മുഖത്തിനെല്ലാം അതിൻ്റെ അന്തർധാരയായിട്ട് വഹിക്കുന്ന ശരിക്കും സഭയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ വ്യക്തി പ്രാർത്ഥന യഥാർത്ഥത്തിലുണ്ട്. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് ഓരോ വ്യക്തിയും സ്വയം പരിത്യജിച്ച് മറ്റൊരാളുടെ കുരിശുകളും ഭാരങ്ങളും വഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭയുടെ ആ കൂട്ടായ്മ രൂപപ്പെടുന്നത്. ഇപ്പോൾ മാർപ്പാപ്പ തന്നെ അഭിസംബോധന എപ്പോഴും ചെയ്യുന്ന സെർവൻ്റ് ഓഫ് സെർവൻസ് എന്നാണ്. അതുപോലെ അതായത് ശുശ്രൂഷകരുടെ ശുശ്രൂഷകൻ. ഈശോയും പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും തന്നെ മോചനദ്രവ്യം നൽകുവാനുമാണ് വന്നിരിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാണ് ഇതാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി എന്നതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ് യഥാർത്ഥത്തിൽ. കാരണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളെല്ലാവരും കുടുംബസ്ഥരാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് പോകുമ്പം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാത്തവരുണ്ടോ? ഇല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാത്ത രീതിയിലും എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ് സഭയുടെ കൂട്ടായ്മയുടെയും സഭയുടെ ആ ഉയർച്ചയുടെയും എല്ലാം പിൻബലം. ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിട്ടുള്ള ഫോമാണ് നമ്മൾ ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിളിയാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചൊരാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചു തരുമെന്ന്. ശരിക്കും നമ്മൾ അങ്ങനെ ഫോം ചെയ്ത ഒരു കൂട്ടായ്മയാണ്, നമ്മുടെ കരിസ്മാറ്റിക് മിനിസ്ട്രിയോട് ചേർന്ന് പോകുന്ന ഒരു കൂട്ടായ്മയാണ് ഇൻ്റർസെഷൻ മിനിസ്ട്രി. ദുബായിയുടെ അതിൻ്റെ കോർഡിനേറ്ററായ വിനിച്ചേച്ചിക്ക് ആ ഇൻ്റർസെഷൻ മിനിസ്ട്രിയുടെ ദുബായിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് കൂടുതൽ വിശദീകരിക്കാമോ? ദുബായ് കരിസ്മാറ്റിക് സമൂഹത്തോട് ചേർന്ന് 8 മിനിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ 8 മിനിസ്ട്രിയിലും കോർഡിനേറ്റേഴ്സ് 2 പേരുണ്ട്. അതിൻ്റെ ദുബായ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റേഴ്സാണ് ഞാനും ഡോക്ടർ ബിജുമോനും. 2 വർഷമായി കർത്താവ് ഈ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നടത്തി തരും. എന്തെന്നാൽ 2-3 പേരുടെ മധ്യേ, ഒരു പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ കർത്താവ് ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം ശക്തമായ ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു കോർ ടീമുമുണ്ട്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നിറവിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു കോർ ടീമും ഞങ്ങളോടൊപ്പമുണ്ട്. 7 പേര്. അതുകൂടാതെ ഞങ്ങൾക്ക് ദുബായിൽ പറഞ്ഞാൽ 23 സോണൽ കൂട്ടായ്മകൾ തന്നെയുണ്ട് ഇവിടെ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ഞങ്ങളുടെ അച്ഛൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 23 സോണൽ കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഓരോ സോണൽ കൂട്ടായ്മകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സഹോദരൻ സഹോദരിയും കൂടെ ഇതിൽ ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ 7 പേരുടെ ഒരു കോർ ടീമുള്ളത്. അംഗങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളുടെ കോർ മെമ്പേഴ്സ്, അവരുടെ പേരുകൾ VA മാത്യു, ജയ ജെയിംസ്, നൈസി, റോജൻ, ജോസഫ് കറിയ, പിന്നെ ഞങ്ങൾ 2 പേരും അടങ്ങുന്ന 7 പേരാണ് ഞങ്ങൾ. ഇപ്പം 2 വർഷമായിട്ട് ഞങ്ങൾ നയിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥനയെ. അപ്പം അതിന് ഞങ്ങൾക്ക് ആത്മീയ ഗുരുവുണ്ട് നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട്, ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിലച്ചൻ. അങ്ങനെ മിനിസ്ട്രി നയിക്കപ്പെടുന്നു. ഡോക്ടർ, നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ പ്രത്യേകം സമയം മാറ്റി വെക്കേണ്ടതുണ്ടോ? നമ്മുടെ ജോലി മേഖലയ്ക്കായി പ്രത്യേക സമയം മാറ്റി വെക്കേണ്ടതുണ്ടോ? നമ്മൾ അത് 2 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വം ഉള്ളപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിനായിട്ട് തന്നെ മാറ്റി വെക്കേണ്ടതായിട്ടും വരും. എന്നാലും നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് പൊതുവിൽ നമ്മൾ പറയുമ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സമയം മാറ്റി വെക്കണം എന്നുള്ള നിർബന്ധമില്ല. കാരണം നമ്മളിപ്പം ഈ ഒരു ഭാരവാഹിത്വം എന്ന് പറയുമ്പം
ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മളതിനൊരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ ആഴ്ച നമ്മൾ ക്രമത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനകൾ, കൂട്ടായ്മയിൽ നടത്തുന്ന പ്രാർത്ഥനകൾ, പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷകളൊക്കെ വരുമ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ ജോലി മേഖലയുമായിട്ട് തട്ടിക്കുകയാണെങ്കിലോ? എൻ്റെ ജോലിയുമായിട്ട് നോക്കുമ്പോൾ അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞുള്ള ജോലി ഇങ്ങനെ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് ദിവസം. അപ്പം അത് 8 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ 9 മണിക്കൂർ. പിന്നെ അതുപോലെ മറ്റ് അവസരങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. എന്നാലും നമ്മൾ കഴിയുന്നത്ര അതിന് വൈകിട്ട് വന്നതിന് ശേഷം കുർബാനയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ പലപ്പോഴും ഒന്നിച്ചു കൂടുകയും അതിനൊരു വീക്കിലി ഒരു സ്കെഡ്യൂളുണ്ട്, അതനുസരിച്ചിട്ട് ഒന്നിച്ചു കൂടുകയും ഈ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാതെ ഇപ്പം നമ്മൾ ജോലിയിൽ അതൊരു പലതരത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനതിനെ കാണുന്നത് ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നയിക്കുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷത്തെ ജോലിയുടെ മേഖലകൾ നോക്കിയാൽ എനിക്കങ്ങനെ ഒരു കുറവ് അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ അതാത് ദിവസങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും ഇതൊരു ബേർഡനാകുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതെങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ തോന്നിയാൽ പോലും ഇതുവരെ അതിനൊരു തളർച്ച അല്ലെങ്കിൽ നമ്മളൊരു പിന്നോട്ട് പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തടസ്സം നേരുന്നതായിട്ട് ഒന്നും അനുഭവപ്പെടില്ല. അതൊരു ദൈവത്തിനെ നയിക്കുന്ന കരമാണ് ശരിക്കും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അനുദിനം ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ബദ്ധപ്പാടുണ്ട്. അത് പക്ഷേ എല്ലാ ശുശ്രൂഷകളുടെയും ഭാഗമാണ്. തീർച്ചയായിട്ടും. ചേച്ചിയും മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തന്നെയാണല്ലോ, നേഴ്സാണല്ലോ അല്ലേ? സുഖപ്പെടുത്തുന്നവൻ കർത്താവാണെന്നുള്ള വിശ്വാസത്തോടെയുള്ള ആ ഒരു ജോലി മേഖലയിലേക്ക് നമ്മളങ്ങനെ ആ വിശ്വാസത്തോടെ കടന്നു ചെല്ലുമ്പോൾ ചേച്ചിയുടെ ജോലി മേഖലയിൽ എന്തെങ്കിലും നമുക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് ചേച്ചി കണ്ടിട്ടുണ്ടോ? പ്രവൃത്തി മേഖലകളിലാണെങ്കിലും അഥവാ സ്വന്തം ജീവിതാനുഭവങ്ങളിലാണെങ്കിലും? തീർച്ചയായും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള ഒരു ഉത്തരവാദിത്തം എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചപ്പോൾ അതിനുള്ള എല്ലാ കൃപയും ദൈവം എനിക്ക് നൽകിക്കൊണ്ടാണ്. സത്യത്തിൽ ഇതൊരു വലിയ ദൈവത്തിൻ്റെ വിളിയും കരുണയുമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയുന്നത്. സത്യത്തിൽ ഈ 2 വർഷം കാലം ദൈവം ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്തിന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം കിട്ടി. അതിലൂടെയൊക്കെയാണ് ഞാൻ സത്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞത്. അപ്പം ദുബായിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് എല്ലാ ഫ്രൈഡേയിലും 10 മുതൽ 11 വരെ 1 മണിക്കൂർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ 8 മിനിസ്ട്രി ഉണ്ട്. ക്രിസ്മാറ്റിക്കിൻ്റെ അനേക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാ ഫ്രൈഡേയിലും ഞങ്ങൾ 10 മുതൽ 11 വരെ കൂടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ച അഖണ്ഡ ജപമാല 10 മണി മുതൽ 1 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജപമാല ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓരോ മിനിസ്ട്രിയുടെ പ്രോഗ്രാമിലും പ്രത്യേകിച്ച് ഞങ്ങൾ ചെയിൻ പ്രെയർ, അതുപോലെ 24 സോണലിലും ചെയിൻ പ്രെയർ നടത്താറുണ്ട്. വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രൈഡേയിലെ ഫാസ്റ്റിംഗ് പ്രെയർ, മൺഡേ പ്രെയർ, അങ്ങനെ എല്ലാ ആഴ്ചയിലും തന്നെ പല വിധത്തിലുള്ള ശുശ്രൂഷകൾ നടത്തപ്പെടാറുണ്ട്. അതെല്ലാം സത്യത്തിൽ അതിൻ്റെ എല്ലാം നെടുന്തൂണായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ പിന്നിൽ. ഈ മധ്യസ്ഥ പ്രാർത്ഥന വഴിയായിട്ട് ചേച്ചിയുടെ ജോലി മേഖലയിലാണെങ്കിലും ജീവിത മേഖലയിലാണെങ്കിലും അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രാർത്ഥനയിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനേക അത്ഭുതങ്ങൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്പഷ്ടമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറയാം. ഏകദേശം 1 വർഷമായിട്ട് എൻ്റെ ബിൽഡിങ്ങിലെ വാച്ച്മാന് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ഡ്രൈനെസ് കൂടി പഴുത്ത് പല സ്കിൻ ഡോക്ടേഴ്സിനെയും കണ്ടു. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, നാട്ടിൽ പോയി ചെയ്തു, ഇവിടെ ചെയ്തു, ഒന്നും കുറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എൻ്റെ ഫ്ലാറ്റിൽ വന്ന് ബെല്ലടിച്ചിട്ട് എന്നെ മെഡിസിൻ കാണിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇതൊക്കെ പുരട്ടിയിട്ട് ഒന്നും കുറയുന്നില്ല, സിസ്റ്റർക്ക് എന്തെങ്കിലും പ്രത്യേക മെഡിസിൻ ഉണ്ടോ കയ്യിൽ എനിക്കിതൊന്ന് കുറയാനായിട്ട്? ഒരുപാട് നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം തന്നു. ഞാൻ എൻ്റെ കയ്യിലൊരു ഓയിൽമെൻറ്റ് മെബോ എന്ന് പറയണത് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിൽ, അത് ഇങ്ങനെ ഈ പൊള്ളുമ്പോൾ ഇങ്ങനെ ബേൺ സംഭവിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ഓയിൽമെൻറ്റാണ്. അതെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എടുത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ജീസസ്, ഞങ്ങളുടെ വാതിലയിൽ ഈശോയുടെ ഒരു കരുണയുടെ ഫോട്ടോ ഉണ്ട്, കാണിച്ചിട്ട് പറഞ്ഞു ഈ ജീസസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല, താങ്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പ്രോമിസ് ചെയ്തു.
അത് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈശോയോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞോളൂ, ഈശോയെ ഈ വിജാതീയനായ മനുഷ്യന് നീ സൗഖ്യം കൊടുത്ത് നിൻ്റെ ശക്തി ജീവിക്കുന്ന ദൈവം നീയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണമേ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിങ്ങനെ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കണം എന്നാണല്ലോ പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഓയിൽമെൻറ്റിൻ്റെ ബാക്കിയും പിടിച്ച് വീണ്ടും വന്ന് ബെല്ലടിച്ചു, കൈ തുറന്ന് തന്നെ കാണിച്ചു, കംപ്ലീറ്റ് ഹീലായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസം പിന്നിട്ടു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. എന്നും എന്നെ ഇങ്ങനെ കാണിക്കും ചിരിച്ച് കാണിക്കും, നിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്, പ്രാർത്ഥിക്കണം നിൻ്റെ ദൈവത്തോട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി, ഇത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള സകല കൃപയും ദൈവം നൽകിക്കൊണ്ടാണ് നമ്മളെ ആ ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോലിയിൽ ഈയിടെ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ ഈ കനേഡിയൻ അക്രഡിറ്റേഷൻ നടക്കുക, അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പെട്ടെന്നൊരു മോക്ക് സർവേ ഇൻസ്പെക്ഷൻ വന്നു. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ അവരുടെ സമയം മാറി, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് PM ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്താണ് അവരുടെ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല, നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് എൻ്റെ ഇൻചാർജിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരും കാണാതെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ നീ നയിക്കണം, ഒന്നും അറിയില്ല, സീറോയിലാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് അവരുടെ ഇൻസ്പെക്ഷൻ വന്നു. ഞങ്ങൾ തന്നെയാണ് ഫേസ് ചെയ്തത്. അറിയുന്നില്ലേ, അവർ ചോദിച്ചതിനെല്ലാം നന്നായി ആൻസർ ചെയ്യാനായിട്ട്, വളരെ മനോഹരമായിട്ട് ആൻസർ ചെയ്യുവാനായിട്ട് പറ്റിയിട്ട് അവർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ദൈവം ഇടവരുത്തി. അപ്പോൾ ഓരോ വിഷമസന്ധിയിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുണയും സ്നേഹവും അവിടുന്ന് ഇടപെടുന്ന വലിയ അത്ഭുതങ്ങൾ കാണാനായിട്ട് ദൈവം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പം 2 കാര്യങ്ങൾ എനിക്ക് ദൈവത്തിന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, അല്ലേ? അത് നമ്മുടെ ദുബായിലെ എല്ലാവർക്കും എപ്പോഴും സാധിക്കണമെന്നില്ല. കാരണം പലരും പല ജീവിത മേഖലയിൽ നിന്ന് വന്നവരാണ്, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. സോ അതെങ്ങനെ അവർക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ അവർക്ക്? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ ലൗകിക സന്തോഷമുണ്ട്, ആത്മീയ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ആ ആത്മീയ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഈ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക, നമുക്ക് സ്വന്തമായിട്ട് ചിലർക്ക് ഒരു വിചാരം ഉണ്ടാവും, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഒരു ആത്മീയ സന്തോഷം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആത്മീയ സന്തോഷം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ സന്തോഷം തന്നെയല്ല ആത്മീയ സമാധാനവും ലഭിക്കും എന്നുള്ളത് ഈ പിന്നിട്ട 2 വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് സമാധാനം. കാരണം ഓരോ പ്രാർത്ഥനകളും ലോകം മുഴുവനുമുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ആര് പ്രാർത്ഥനാ സഹായം യാചിക്കുമ്പോഴും അവിടെയൊക്കെ ആ പ്രാർത്ഥന മറ്റുള്ളവരോട് ചേർന്ന് അത് ഷെയർ ചെയ്യുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിൽ നല്ല സമാധാനമോ നല്ലൊരു അന്തരീക്ഷം, മക്കളുടെ കാര്യങ്ങളിൽ ദൈവം ക്രമീകരിക്കും. നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾ, ഈ പ്രാർത്ഥന എന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ വലിയ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം ഇല്ല ഈ ലോകത്തിൽ. മറ്റുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. അപ്പം മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളത് 100% കൂടുതൽ. അപ്പം ഞാനും അപ്പോൾ പറഞ്ഞപ്പോൾ ആലോചിക്കുകയാണ്, അതായത് ഇപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രത്യക്ഷീകരണമായിട്ട് നമ്മൾ പറയുന്ന ഫാത്തിമയിലെ മാതാവ് വന്നപ്പോൾ ആ കുഞ്ഞു മക്കളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ ചെറിയ ചെറിയ സഹനങ്ങൾ പോലും പാപികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് മാതാവ് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞത്, ചെറിയ പിള്ളേരായിട്ട് പോലും. അപ്പോൾ അവരത് എങ്ങനെ ഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ അന്നു മുതൽ ഈ 7 വയസ്സും 8 വയസ്സും 10 വയസ്സുള്ള ആൾക്കാർ അവർ ചെറിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവരെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ അവരെ കളിയാക്കി പറയുമോ, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് വല്ലതും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ത് ഇത് വന്നാലും
അല്ലെങ്കിൽ അവർക്ക് ഒരു സമയത്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തു, ഇങ്ങനെ എന്ത് വന്നാലും അവർ അന്നേരം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അവർ പരസ്പരം അത് പറയുകയും ചെയ്യും. എന്നിട്ട് ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊരു മനോഭാവം, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? സന്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിതചര്യയാക്കണം എന്നുള്ളതാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലാണ് അവൻ്റെ വിശ്വാസ ജീവിതം പടുത്തുയർപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അവൻ തന്നെ അവൻ്റെ ഒരു ആത്മീയ സംതൃപ്തി, ഇപ്പോൾ ചോദിച്ച പോലെ ആത്മീയ സന്തോഷം, പല ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടും പല കാര്യങ്ങളും നടക്കും. ലോകം നമ്മൾ പല രീതിയിൽ നമ്മളെ നോക്കും. ഇതൊക്കെ നടന്നാൽ പോലും നമ്മൾ എപ്പോഴും ഒരു നേർവഴിയിൽ ദൈവത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രതീതി നമുക്ക് കിട്ടും അതിലൂടെ. പിന്നെ നമ്മൾ അങ്ങനെ പടിപടിയായി വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരെ ഓരോ സന്ദർഭം കാണുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയും, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു ദിനചര്യയായിട്ട് മാറിപ്പോകും. പിന്നെ നമ്മളതിന് പ്രത്യേകിച്ചൊരു മധ്യസ്ഥം എന്ന് പറയേണ്ട ആവശ്യം, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭാഗമായിട്ട് അങ്ങനെ മാറണം. അങ്ങനെ ഒരു വിശ്വാസ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പിന്നാലെയുള്ള ഇന്നത്തെ ഒരു പരക്കം പാച്ചിലുണ്ടല്ലോ, അതായത് ഈവൻ വിശ്വാസികൾക്കുള്ള വലുപ്പം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് കിട്ടണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് കൂടുതലും ആത്മാവിൻ്റെ ആ തലത്തിലേക്ക് പ്രാർത്ഥന ഉയരാനും നമ്മളുടെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ശരിക്കും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അതേപോലെ പ്രാർത്ഥനയും ആ ഒരു തലത്തിൽ നിന്ന് ഉയരാൻ വേണ്ടി, ആ ഒരു തരത്തിലേക്ക് നമുക്കൊരു ഉയരാൻ വേണ്ടിയിട്ട് എല്ലാവരും, വിശ്വാസികളായ എല്ലാവരും നമ്മൾ പ്രത്യേകിച്ച് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും അതിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മൾ കണ്ടു തുടങ്ങും. കുടുംബത്തിലും ജോലിമേലും എല്ലാ സ്ഥലങ്ങളിലും വ്യത്യാസം കണ്ടു തുടങ്ങും. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളൊരു വിളിയാണ്. അത് എളിമയുടെ തലത്തിൽ നിന്നുകൊണ്ട് സഹനത്തിലൂടെ എന്താ പറയുക പരിഹാരം ചെയ്തുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ട് സഭയുടെ ഔദാശിക ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന. ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയും ശുശ്രൂഷകളും ഒക്കെ കൂടെ ആകുമ്പോൾ സമയം കുറച്ചൊക്കെ കിട്ടാറുള്ളൂ. ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള സമയം. പക്ഷെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടിയുടെ സമയങ്ങളിലും ഒക്കെ നമ്മൾ എന്താ പറയുക പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തെ സ്തുതിച്ച്, ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറയുക പ്രാർത്ഥിക്കണം, ഇന്ന വിഷയമുണ്ട് അല്ലെങ്കിൽ ഇന്ന രോഗം കണ്ടുപിടിച്ചു, അപ്പം ഞാൻ ഉടനെ ഷെയർ ചെയ്യും. അതും ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പിന്നെ ഈശോയോട് പറയും, ഈശോയെ ഇന്നയാളുടെ രോഗത്തെ നീ ഏറ്റെടുത്തോണേ എന്ന് പറഞ്ഞ് ഒരു സ്വർഗസ്നായ പിതാവെ ചൊല്ലിയാലും ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ചൊല്ലിയാലും പോലും ആ വിഷയം ഈശോയെ നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയാലും അതിന് വലിയ വിലയുണ്ട്. അപ്പം ഏത് സ്ഥലത്തിരുന്നും ഏത് സാഹചര്യത്തിലും മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള ശുശ്രൂഷ അവിടെ ഒരു എന്താ പറയുക പ്രതിബന്ധം ഇല്ല. അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പം ലോകം മുഴുവനും പ്രാർത്ഥന ഉയരണം. പ്രാർത്ഥന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിതചര്യയാക്കി മാറ്റിയെടുക്കുക അല്ലേ? തങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിൽ അവരുടെ ജോലി തിരക്കുകൾക്കിടയിലും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥം വഹിക്കുവാൻ ഇവർ കാണിക്കുന്ന ഈ ഉത്സാഹം നമുക്കോരോരുത്തർക്കും ഒരു പ്രചോദനമായി എന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും എവിടെയായിരുന്നാലും ഒരല്പനിമിഷം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് മാറ്റിവയ്ക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഇന്ന് പങ്കുവച്ച ഇവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ എപ്പിസോഡ് ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാദ
സ്നേഹത്തിൽ